സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 314 പോയിന്റുമായി കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പം 312 പോയിന്റുമായി തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത്. പാലക്കാട് 303 പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ്. നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, വിശദാംശം. നടരാജ്, എന്താണ് വിശദാംശം? അജയ് കുഞ്ഞുമോൻ, പ്രധാന വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പ്രധാന വേദിയായ സൂര്യകാന്തിയിൽ HSSന്റെ തിരുവാതിര കളിയുടെ പ്രകടനമാണ് ഇപ്പോൾ കാണുന്നത്. നിറഞ്ഞ സദസ്സിൽ നിറഞ്ഞ കയ്യടി നേടിക്കൊണ്ട് തിരുവാതിര കളിയുടെ പ്രകടനമാണ് ഇവിടെ കാണുന്നത്. വളരെ വർണ്ണാഭമായ വസ്ത്രധാരണത്തോടുകൂടി ഒരേ ചിട്ടയിൽ ഒരേ താളത്തിൽ തിരുവാതിര കളി നടക്കുന്നതാണ് കാണുന്നത്. നമുക്കറിയാം, ഇതിന്റെ രാഗത്തിനും താളത്തിനും പാട്ടുകൾക്കും ഒക്കെ തന്നെ മാർക്ക് നേടുന്നതിൽ പ്രാധാന്യമുണ്ട്, ഗ്രേഡ് നേടുന്നതിൽ പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ നൃത്ത ചുവടിനും വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. ഏതായാലും പ്രധാന വേദിയിൽ ഇപ്പോൾ തിരുവാതിര കളി തുടരുകയാണ്. HSS തിരുവാതിര കളിയാണ് സൂര്യകാന്തിയിൽ നടക്കുന്നത്. നിറഞ്ഞ സദസ്സാണ് ഇതിനുള്ളതെന്ന് പറയാം. ഈ ഭാഗത്ത് നല്ല തിരക്ക് ഈ ഭാഗങ്ങളൊക്കെ തന്നെ കാണാം. കലാസ്വാദകർ വലിയ രീതിയിൽ താളമിട്ട് ഇത് ആസ്വദിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിരുവാതിര കളി എങ്ങനെയുണ്ട്? കുറെ കണ്ടിരുന്നോ? കുറെ പെർഫോമൻസ് കണ്ടിരുന്നോ? ചേച്ചി, തിരുവാതിര കളി എങ്ങനെയുണ്ട്? തിരുവാതിര കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പെർഫോമൻസുകൾ എങ്ങനെയുണ്ട്? തിരുവാതിര കളി അറിയാമോ? മുമ്പ് കളിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? ഞാൻ തിരുവാതിര കളിക്കാറുള്ള ഒരു ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോ കുട്ടികളുടെ ഒരു പ്രകടനം എങ്ങനെയുണ്ട്? കുറെ കാലമായിട്ടുള്ള കുഴപ്പമില്ല, എന്നാലും കുറച്ചും കൂടിയൊക്കെ നന്നാവാണ്ട്. ഏത് കാര്യത്തിലാണ് നന്നാവാറുള്ളത്? കളിയുടെ കാര്യത്തിൽ തന്നെ. അത് സ്റ്റെപ്സ് കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവണം കളിയില്. അത് ചേച്ചി തിരുവാതിരയിലൊക്കെ മുമ്പ് പങ്കെടുത്തുള്ളൂ? ഞാനും കളിക്കണതാ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ കുട്ടികളുടെ ഒരു പ്രകടനത്തിന് എങ്ങനെ വിലയിരുത്താൻ പറ്റും നമുക്ക്? കുട്ടികള് വലിയ കുഴപ്പമില്ലാണ്ട് കളിക്കണ്ട, പക്ഷെ സ്റ്റെപ്സ് ഒക്കെ വെറൈറ്റി കുറവാ. ആണല്ലേ? ഒരു റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ പഠിപ്പിക്കുന്ന ഇതുകൂടി ആയിരിക്കും പല രീതിയിലുള്ള. എന്തായാലും ഇവിടെ തിരുവാതിര കളി മത്സരം ഇവിടെ തുടർന്നു പോകും. ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. അടുത്ത ടീം വീണ്ടും